കുട്ടികളെ സ്കൂളിൽ വിടാൻ നെട്ടോട്ടമോടുന്ന മാതാപിതാക്കളെ നമ്മൾ പതിവായി കാണാറുണ്ട്. എന്നാൽ സ്വന്തം വളർത്തുനായെ ലക്ഷങ്ങൾ ഫീസ് നൽകി കിൻഡർ ഗാർഡനിൽ ചേർത്ത ഒരു ചൈനീസ് യുവതിയുടെ വിശേഷമാണ് ഇപ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. ഷാങ്ഹായിൽ നിന്നുള്ള ടാവോ ടാവോ എന്ന യുവതി തന്റെ 6 മാസം പ്രായമുള്ള സമോയിഡ് ഇനത്തിൽപ്പെട്ട നായക്കുട്ടിയെ ഈ ഹൈടെക് വിദ്യാലയത്തിൽ ചേർക്കാൻ ചിലവാക്കിയത് ഏകദേശം 1.64 ലക്ഷം രൂപയാണ്. ജോലി തിരക്ക് കാരണം നായക്കുട്ടിക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടാതിരിക്കുവാനും മികച്ച പരിശീലനം നൽകുവാനുമാണ് ഇത്തരമൊരു വിലയേറിയ തീരുമാനം ഇവർ കൈക്കൊണ്ടത്. കേവലം ഒരു ഡേ കെയർ സെന്റർ എന്നതിലുപരി കുട്ടികളെ പോലെ തന്നെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യുവാനും വൈകുന്നേരം തിരികെ എത്തിക്കുവാനും പ്രത്യേക സ്കൂൾ ബസ് സൗകര്യം ഈ വിദ്യാലയത്തിനുണ്ട്. മഞ്ഞയും വെളുപ്പും കലർന്ന നായക്കുട്ടി ബസ് കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ഭക്ഷണം നൽകി പരിപാലിക്കുക എന്നതിലുപരി വലിയൊരു സിലബസ് തന്നെ ഈ സ്കൂളിനുണ്ട്. അനാവശ്യമായി കുരയ്ക്കുന്നതും ആക്രമണ സ്വഭാവം കാണിക്കുന്നതും നിയന്ത്രിക്കുവാനുള്ള വിദഗ്ധ പരിശീലനവും മറ്റു നായകളുമായി ഇടപഴകുവാനുള്ള സാമൂഹിക സാഹചര്യവും ഇവിടെ ഉറപ്പാക്കുന്നു. ഉടമയ്ക്ക് തന്റെ നായക്കുട്ടി സ്കൂളിൽ എന്ത് ചെയ്യുന്നുവെന്ന് ഓഫീസിലിരുന്ന് തത്സമയം ഓൺലൈനായി കാണുവാനുള്ള സംവിധാനവും കൃത്യമായ ഇടവേളകളിലെ ഡോക്ടർമാരുടെ പരിശോധനയും ഈ പാക്കേജിന്റെ ഭാഗമാണ്. ഷാങ്ഹായ് പോലെയുള്ള വൻ നഗരങ്ങളിൽ വളർത്തുമൃഗങ്ങളെ കുടുംബത്തിലെ ഒരു അംഗമായി കാണുന്ന ഹ്യൂമനൈസേഷൻ എന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതിന്റെ തെളിവാണ് ഈ സംഭവം. വരുമാനത്തിലെ വർധനവും ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഇത്തരം പ്രീമിയം സേവനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ഇന്ന് നൽകുന്നത്. സ്നേഹത്തിന് വിലയിടാൻ കഴിയില്ലെന്നും മൃഗങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഇത്തരം വിദ്യാലയങ്ങൾ അത്യാവശ്യമാണെന്നുമാണ് ഉടമയുടെ പക്ഷം. മൃഗങ്ങളോടുള്ള മനുഷ്യന്റെ സമീപനത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളാണ് ഇത്തരം വാർത്തകൾ അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലും നായ്ക്കുട്ടികൾ ബാഗും തൂക്കി സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന ദിവസങ്ങൾ ഇനി വിദൂരമല്ലെന്ന് ഇത്തരം വാർത്തകൾ ഓർമ്മിപ്പിക്കുന്നു.